ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസിസ്റ്റ് വിക്ടിമിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടാവാറുണ്ട്. അവരിൽ പല ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ശക്തമായ പാര പണിയുന്നവരുണ്ട്. ഇവരൊന്നും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റണമൊന്നുമില്ല. പ്രത്യേകിച്ച് നാർസിസിസ്റ്റ് വിക്ടിമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാത്ത അവസ്ഥയായിരിക്കും. ഒന്നും പെട്ടെന്ന് തിരിയൂല. ആരാണ് കൂടെ നിൽക്കുന്നവർ, ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നവർ, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം തന്നെ ഇവരിൽ ആരാണ് നമ്മളെ കൂടെ എപ്പോഴും നിൽക്കുക, ആരാണ് നമുക്ക് പാര പണിയുക എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ആൾക്കാരെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെയുള്ളവരെ മനസ്സിലാക്കൽ നിർബന്ധമാണ്. അത്തരം 4-5 ടൈപ്പിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളെ കൂടെ ശക്തമായി നിൽക്കുന്നവരും നമ്മളെ മനസ്സിലാക്കുന്നവരാണ്. അതായത് അവർ നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാക്കും. നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളും, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കും. അതേപോലെ തന്നെ ശക്തമായ സപ്പോർട്ട് നൽകും. ഏത് രീതിയിലും, ഫിസിക്കലാവട്ടെ, ഫൈനാൻഷ്യലാവട്ടെ, മറ്റ് രീതിയിലാവട്ടെ ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇവരെ ഒരിക്കലും നിങ്ങൾ വെറുപ്പിക്കരുത്. ഇവരെ കൂടെ തന്നെ നിർത്തുക. ഇവരെ അകറ്റാൻ വേണ്ടി നാർസിസിസ്റ്റ് പല കളികളും കളിക്കും. പക്ഷേ ഒരു തരത്തിലും ഇവരിൽ നിന്ന് നിങ്ങൾ വിട്ടു പോവാതിരിക്കുക. ശക്തമായ രീതിയിൽ തന്നെ ഇവരെ കൂടെ നിലകൊള്ളുക. ഇനി രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർ ശക്തമായി മനസ്സിലാക്കും. നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്കറിയാം. പക്ഷേ അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ അവർ സപ്പോർട്ട് നൽകും, ചിലപ്പോൾ നൽകൂല. മിക്ക കേസിലും അമ്മായിയമ്മ മരുമകൾ പോരിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്മായിയമ്മ നാർസിസിസ്റ്റ് ആണെങ്കിൽ ഈ മകൻ എന്ത് ചെയ്യും? മകന് ഒന്നും പറയൂല, ഉമ്മാക്കെതിരെ ഒന്നും പറയൂല. എന്നാൽ ഉമ്മ ചെയ്യുന്നത് തോന്നിയാസാണ്, എൻ്റെ ഭാര്യ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ ഇവർക്കറിയാം. അപ്പോൾ ഭാര്യയോട് പറയുന്നത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, വയസ്സായ ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു ആശ്വാസവാക്ക് മാത്രമേ ഉണ്ടാവൂ. അതിനപ്പുറമുള്ളൊരു സപ്പോർട്ട് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇത്തരം അനുഭവിക്കുന്ന ഭാര്യമാരൊക്കെ ഹസ്ബൻഡിനോടും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇവർ സ്കേപ്പ് കോട്ട് ലെവലാണ് മിക്കവാറും ഉണ്ടാവുക. അതായത് ഇവർക്ക് പലപ്പോഴും പ്രതികരിക്കണമെന്നുണ്ടാവും, പലപ്പോഴും നാർസിസിസ്റ്റിനെതിരെ സംസാരിക്കണമെന്നുണ്ടാവും. പക്ഷേ പേടി കൊണ്ടോ ഡിപ്പെൻഡൻസി കൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ടും മിണ്ടാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഇവർക്ക് വിക്ടിമിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കൂട്ടർ. അപ്പോൾ രണ്ടാമത്തെ കൂട്ടരെ ഞാൻ പലപ്പോഴും വിക്ടിമിനോട് പറയുന്നത് അവരെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരെ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന രീതിയിൽ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കലാണ് ചെയ്യാറ്. അതിന് മൂന്നാമത്തെ ഒരു ടീം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കുകയുമില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയില്ല. പക്ക നാർസിസിസ്റ്റിൻ്റെ ഇനാബിളസ്, ഫ്ലൈ മങ്കീസൊക്കെ ആൾക്കാർ മിക്കതും ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരവസ്ഥയും അവർ മനസ്സിലാക്കില്ല. ഒരു പ്രയാസവും പ്രതിസന്ധിയോ ഒന്നും മനസ്സിലാക്കില്ല. മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുകയില്ല. എന്ത് നമ്മൾ പറഞ്ഞാലും അതിനെ എതിർത്ത് സംസാരിക്കും, അതിനെ ന്യായീകരിക്കും, അതിനെ പ്രൊജക്റ്റ് ചെയ്യും. നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, നിൻ്റെ പ്രവൃത്തിയാണ് മാറ്റേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കുന്ന ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പ്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ നമ്മളെ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ നാർസിസിസ്റ്റിനോട് എന്തെങ്കിലും വെറുപ്പുണ്ടാവും. ആ വെറുപ്പ് കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ നമ്മളെ അവസ്ഥകളൊന്നും അവർക്ക് അറിയൊന്നുമില്ല. ഇവരെയും കൂടുതൽ വിശ്വസിക്കരുത്. എന്തുകൊണ്ട്? നാർസിസിസ്റ്റും ഇവരും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കെതിരായിട്ട് ഇവർ പാര പണിയും. അത്തരം ആൾക്കാരെ വിശ്വസിക്കരുത്. അഞ്ചാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളെ കുറച്ചൊക്കെ അവസ്ഥകൾ മനസ്സിലാവും, എന്നാൽ നമ്മളോട് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അവിടെ പോയി നാർസിസിസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ നാർസിസിസ്റ്റ് പറയുന്ന കാര്യം അതാണ് ശരി എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ചാടും. അതായത് നമ്മളെ മനസ്സിലാക്കും, അവരെ മനസ്സിലാക്കും. അവസാനം നമ്മളെ കൂടെ നിൽക്കൊന്നുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഫ്ലൈ മങ്കീസിൽ ഒരുപാട് കാണാറുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ 5 ടൈപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് ഒന്നാമത്തെ ടീമിനെയാണ്. രണ്ടാമത്തെ ടീമിനെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ അവർ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. കാരണം അവരുടെ ഗതികേടാണ്. അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ശക്തമായ പണി കിട്ടും, അവരും വിക്ടിമായിട്ട് മാറും. ആ പേടിയിൽ അവരെന്ത് ചെയ്യും? അവരൊന്ന് ഒതുങ്ങി നിൽക്കും. ആദ്യത്തെ ടീം അങ്ങനെയല്ല. ആദ്യത്തെ ടീം ഏതറ്റം വരെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കി പെരുമാറുന്നതാണ് ഒരു വിക്ടിമിന് നല്ലത്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് മുകളിലെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആഡ് ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.